ഞാൻ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഏകദേശം ഒരു 6:30 ആകുമ്പോഴേക്കും ഞാൻ എടുത്തു തിരുവനന്തപുരത്ത്. ഓക്കെ, ഞാൻ വിളിക്കാം. ഇവിടെ തിരക്ക് കുറവുണ്ട്. ഇലക്ഷനൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത് അധികം ആൾക്കാരില്ല. 2 പിള്ളേര് നിൽക്കണ്ട അവിടെ, 2 പെൺകുട്ടികൾ. ഓക്കെ, ഞാൻ വിളിക്കാം. ശരി. എവിടെയൊക്കെ രണ്ടുപേരും തിരുവനന്തപുരത്തേക്കണോ? രണ്ടുപേരുള്ളൂ. അവിടെ ഉണ്ടോ? ട്രെയിനാ? ഏതാ ട്രെയിൻ? ഒറ്റയ്ക്ക് നമ്മളൊരു ഹെൽപ്പ് വേണം പറഞ്ഞിട്ടാ. അത് വല്ല പോലും നിന്നെ അങ്ങോട്ട് പോണ്ട, പങ്കാളികളുണ്ടാവും. എന്താ മക്കളെ, എന്താ പ്രശ്നം? നിങ്ങൾ അറിയുന്ന ആളാണോ? മക്കളെടുക്കി പോണേ? ഒറ്റയ്ക്കുള്ളോ? തിരുവനന്തപുരത്താ? താൻ എന്തെടുക്കണം ചുറ്റി കറങ്ങണേ? തനിക്ക് എന്താ വേണ്ടേ? കുറെ നേരം ഞാനവിടെ നിന്ന് കാണുന്നു. എന്താ പ്രശ്നം? ഇതൊക്കെ അറിയാം. നിങ്ങളാരാ? ആ പിള്ളേരെന്നെ അറിയണതാണ്. അവർക്കിപ്പോ മനസ്സിലാവാൻ. നിങ്ങളോട് ചോദിച്ചാ? നിങ്ങളോട് ചോദിച്ചില്ലല്ലോ, അവരോടല്ല ചോദിച്ചേ. നിങ്ങളെ കയറി ഇടപെടുന്നു. താനാള് കൊള്ളാലോ. മക്കള് ഇയാൾ കണ്ടിട്ടുണ്ടിരിക്കുമ്പോ അയാളോട് നിങ്ങളറിയുന്നു. ആ പിള്ളേര് തന്നെ അറിയില്ല. പിന്നെ ഞാൻ കയറി ഇടപെടേണ്ട കാര്യം താൻ തന്നെ കരുതിക്കോ. മനസ്സിലായ? തൻ്റെ വർത്താനം വേറെ വഴിക്കാ പോണത്. നിങ്ങളാരാ? തൻ്റെ നിപ്പും മാതിരി കണ്ടാലറിയാം താൻ കോഴിയാണെന്നുള്ളത്. ഞാനെന്തെങ്കിലും ആയിക്കോട്ടല്ലോ. എന്തോ ഞാനെന്തെങ്കിലും ആയിക്കോട്ടല്ലോ. നിങ്ങൾ ഇത് വലിയ എന്തെങ്കിലും ആയിക്കോ, പക്ഷെ കൊച്ചു പിള്ളേരുടെ അടുത്തല്ല ആവണ്ടേ, അല്ല സ്ത്രീകളുടെ അടുത്തല്ല ആവേണ്ടത്. മനസ്സിലായ? തന്റെ അസുഖം ഞാൻ ഇപ്പൊ മാറ്റിത്തരാം. താനെന്തിനാ നോക്കുന്നേ? താനാരെ വിളിക്കണേ? നിങ്ങളാരാ? നിങ്ങൾക്ക് എന്ത് വേണം? ഞാനെന്തെങ്കിലും ആയിക്കോട്ടെ. എനിക്ക് ഇടപെടേണ്ട കാര്യമുണ്ടോ? ഞാൻ ആരാണെന്ന് എനിക്ക് കാണിച്ചു തരാം. ഇവരെന്തായാലും തന്നെ അറിയില്ല എന്ന് പറഞ്ഞു. തൻ്റെ നിപ്പും ആദ്യം കണ്ടാലറിയാം താൻ പക്ക ഫ്രോഡാണെന്നുള്ളത്. തന്നെ കണ്ട തൻ്റെ മുഖത്ത് എഴുതിച്ചത് താൻ കോഴിയാണെന്നുള്ളത്. തൻ്റെ വെപ്രാളം പിള്ളേരുടെ അടുത്തല്ല തീർക്കണ്ടേ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ത്രീകളുടെ അടുത്തല്ല തീർക്കണ്ടേ. കേട്ടില്ലേ? ഞാൻ ആരാണെന്ന് തനിക്ക് കാണിച്ചു തരാം. ഹലോ, ചാലക്കുടി സ്റ്റേഷനല്ലേ? സാർ, ഞാൻ സൗമ്യാണ്. അയ്യോ മാഡം, ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെ. മാഡം പ്ലീസ് 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 മാഡം, നിങ്ങൾ വിളിക്കല്ലേ? ഒരു മിനിറ്റ് വിളിക്കാം. നിങ്ങൾ വിളിക്കല്ലേ?
കാര്യം പറഞ്ഞ പോരെ. എന്താ മേഡം ഇത്? മേഡം പ്രശ്നമാക്കല്ലേ മേഡം, പ്ലീസ് ഒഴിവാക്ക് മേഡം. എനിക്ക് വീട്ടിൽ ഭാര്യ മക്കളൊക്കെ ഇല്ല. ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോകണതാണ്. അപ്പോൾ കുട്ടികളുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. പ്ലീസ് മേഡം ഒഴിവാക്ക് മേഡം, പ്ലീസ്. അത്യാവശ്യത്തിന് പോകണമെന്ന് കണ്ടിട്ട് തോന്നണില്ലല്ലോ. താൻ പിള്ളേരെ കണ്ടപ്പോൾ താൻ സഹായിക്കാൻ വേണ്ടിക്കുള്ള വർത്താനല്ല ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ കുറേ നേരം ഞാൻ വന്നപ്പോൾ തന്നെ ശ്രദ്ധിക്കുന്നത് താൻ ഇവിടെ കിടന്ന് കാണിച്ചു വിടുന്ന പരാക്രമം. ഇനി മേലിൽ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ എന്നല്ല, ഈ പരിസരത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെ കാണരുത്. അഥവാ തന്നെ ട്രെയിൻ കയറാൻ വരുന്നുണ്ടെങ്കിലും മര്യാദയ്ക്ക് എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോവാം. താൻ ഒറ്റയ്ക്ക് നിൽക്കുന്നവരുടെ അടുത്ത് അല്ലെങ്കിൽ പെൺപിള്ളേരുടെ അടുത്ത് വന്നിട്ട് ആൾ സഹായം കൊടുക്കാൻ നിൽക്കണ്ട, മനസ്സിലായില്ലേ? അവരെ സഹായിക്കാനോട് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ റെയിൽവേയിൽ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ, മനസ്സിലായ? ഇനി മേലിൽ തന്നോട് കാണരുത്, കേട്ടില്ലേ? ഇപ്പോഴത്തേക്ക് ഞാൻ ക്ഷമിക്കുന്നു. ഇല്ല മേഡം, ഇനി എൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല. സോറി മക്കളെ, സോറി പറയാം മക്കളെ, സോറി. പിള്ളേർ പറഞ്ഞതിൻ്റെ പേരിൽ ക്ഷമിക്കുന്നു. താൻ വിട്ടോ, സ്ഥലം വിട്ടോ. എന്തായാലും ഇവരുടെ കൂടെ തിരുവനന്തപുരം വരെ ഞാനുണ്ട്, ഞാൻ നോക്കിക്കോളാം ഇവരാ, കേട്ടില്ലേ? താൻ ഇനി ഇവിടെ ഒരു പിള്ളേരെ നോക്കാൻ നിൽക്കണ്ട, താൻ തൻ്റെ കാര്യം നോക്കിപ്പോ. പൊക്കോ പൊക്കോ പൊക്കോ, ചെല്ല്. താങ്ക് യു മേഡം. മക്കളെ മക്കൾ ടെൻഷൻ അടിക്കണ്ട കേട്ടാ, തിരുവനന്തപുരം വരെ ഞാനുണ്ട്. ഇനി ആരും മക്കളെ ഡിസ്റ്റർബ് ചെയ്യില്ല കേട്ടാ. അയ്യോ, ഞാൻ പോലീസൊന്നുമില്ല, എൻ്റെ ജോലി തൊഴിലുറപ്പാണ്. ഇന്ന് ജോലി ഉണ്ടായില്ല, അപ്പൊ ഇന്ന് മോളുടെ വീട്ടിലേക്ക് പോണം, തിരുവനന്തപുരത്തേക്ക്. എൻ്റെ പേര് സുഗതകുമാരി. അയ്യോ അല്ലല്ലല്ല, ഞാൻ എൻ്റെ നാട്ടിലെ സുഗതകുമാരി, തൊഴിലുറപ്പിന് പോണ സുഗതകുമാരി. Ha 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 ha!